നമസ്കാരം. തമിഴ്നാട് ബി.ജെ.പി. മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച വി ദ ലീഡേഴ്സ് എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചു. വെള്ളിയാഴ്ച സമർപ്പിച്ച രാജി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ സ്വീകരിച്ചതായി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ സാധാരണക്കാരന്റെ രാഷ്ട്രീയം ലക്ഷ്യമിട്ട് രൂപീകരിച്ച പുതിയ പ്രസ്ഥാനത്തിൽ തുടക്കത്തിൽ തന്നെ വലിയ ജനപിന്തുണയാണ് അണ്ണാമലയ്ക്ക് ലഭിക്കുന്നത്. കേട്ടാൽ ഞെട്ടുന്ന രീതിയിലാണ് അണ്ണാമലയ്ക്ക് പിന്തുണ. രൂപീകരിച്ച് മണിക്കൂറുകൾക്കകം 7.65 ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകരും 50-ലധികം പ്രാദേശിക നേതാക്കളും പ്രസ്ഥാനത്തിന്റെ വെബ്സൈറ്റ് വഴി ഇതിൽ അംഗങ്ങളായി കഴിഞ്ഞു. 8 ലക്ഷമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന അംഗസംഖ്യ. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം സെന്റർ ഫോർ എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഇനി മുതൽ ഈ പ്രസ്ഥാനത്തിന് കീഴിലുള്ള സ്ഥാപനമായി പ്രവർത്തിക്കുമെന്നും അണ്ണാമലൈ അറിയിച്ചിട്ടുണ്ട്. തന്റെ രാജ്യസാധ്യതകളെക്കുറിച്ചും പുതിയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ അണ്ണാമലൈ ഡൽഹിയിലെത്തി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൊവ്വാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലെത്തി അദ്ദേഹം ചർച്ചയും നടത്തി. കൂടാതെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പുതിയ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ അണ്ണാമലൈയുടെ പാർട്ടി വിടൽ വലിയ കാര്യമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം രാജിവെച്ചതുകൊണ്ട് പാർട്ടിക്ക് യാതൊരു നഷ്ടവുമില്ല എന്നുമാണ് തമിഴ്നാട് ബി.ജെ.പി. നിലവിലെ അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ പ്രതികരിച്ചത്. കരൂരിലെ ഒരു കർഷക കുടുംബത്തിൽ ശിവസെന്തിൽ കുമാറായി ജനിച്ച അദ്ദേഹം 10ാം ക്ലാസ്സിലാണ് സ്വന്തം പേര് അണ്ണാമലൈ എന്ന് മാറ്റുന്നത്. കോയമ്പത്തൂരിലെ എഞ്ചിനീയറിംഗ് പഠനത്തിലും IIM ലഖ്നൌവിലെ മാനേജ്മെന്റ് ബിരുദത്തിനും ശേഷം 2011 IPS നേടിയ അണ്ണാമലൈ കർണാടക പോലീസിൽ അഴിമതിക്കെതിരെ പോരാടിയ കടുത്ത ഉദ്യോഗസ്ഥനായി മാറിയിരുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സിംഗം എന്ന പേരിൽ പ്രശസ്തനുമായി. സഹപ്രവർത്തകനായിരുന്ന മധുകർ ഷെട്ടിയുടെ വിയോഗവും കൈലാസ മാനസരോവർ യാത്രയും ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു. തുടർന്ന് 2019 സിവിൽ സർവീസ് രാജിവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ ആകർഷണമായി 2020 ബി.ജെ.പിയിൽ ചേർന്ന വ്യക്തിയാണ് അണ്ണാമലൈ. വളരെ വേഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ അദ്ദേഹം തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ അണ്ണാമലൈ രാജിവെക്കുന്നതോടുകൂടി തമിഴ്നാട് ബി.ജെ.പിയിൽ ഇനി എത്ര തരത്തിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ വഴിയെ മാത്രമാണ് മനസ്സിലാവുക. എന്നാൽ അണ്ണാമലൈക്കുള്ള പിന്തുണ കണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണ് തള്ളിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഒരു പാർട്ടി രൂപീകരിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ 8 ലക്ഷം അംഗസംഖ്യ എന്നത് ഒരു നിസ്സാര കാര്യമല്ല. 2025 മുതൽ അണ്ണാമലൈ ബി.ജെ.പി. പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ബി.ജെ.പിയുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച അദ്ദേഹം പുതിയ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും അണ്ണാ DMKയും തമ്മിൽ സഖ്യമുണ്ടാക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് അണ്ണാമലൈ ചൊടിപ്പിച്ചത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ബദലായി ബി.ജെ.പി. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് ജനവിധി തേടണം എന്നായിരുന്നു അണ്ണാമലൈയുടെ നിലപാട്. എന്നാൽ കേന്ദ്ര നേതൃത്വം AIDMKയുമായി കൈകോർക്കാൻ തീരുമാനിക്കുകയും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി നയിനാർ നാഗേന്ദ്രനെ നിയമിക്കുകയും ചെയ്തു. ഇതോടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം അകലം പാലിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ സജീവമായി പ്രചരണത്തിനിറങ്ങാനോ അദ്ദേഹം തയ്യാറായില്ല. അണ്ണാമലൈയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. നേടിയ 11% വോട്ട് വിഹിതം സഖ്യത്തോട് മത്സരിച്ചപ്പോൾ വെറും 3% കൂപ്പുകുത്തി എന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിവെക്കുന്നതായിരുന്നു. മുൻപ് CBSE 3ാം ഭാഷ നിർബന്ധമാക്കിയ കേന്ദ്ര തീരുമാനത്തെ തമിഴ്നാടിനായി പരസ്യമായി എതിർത്തതും അണ്ണാമലൈയും ബി.ജെ.പിയും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചിരുന്നു.